കൂട്ടുകാരെ ഞാൻ ഗ്ലോറിയ കരോൾ പരിപാടിക്ക് വന്നേക്കുകയാണ്. അപ്പം അതിന് ചേട്ടന്മാരും ചേച്ചിമാരും കുറച്ച് മാലാകന്മാരും വരാനുണ്ട്. അപ്പം അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മമ്മിയും പപ്പയൊക്കെ മാതാവും ജോസഫ് പിതാവും ആയിട്ടുണ്ടായിരുന്നു. ആ മാതാവും ജോസഫ് പിതാവും ആയ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതാണ് ഫോട്ടോ. ഇപ്പം വരട്ടോ, ഇതേ കണ്ട, ഇതാണ് ഫോട്ടോ. പിന്നെ മമ്മി എടുത്തിരി വീഡിയോസ് ആട്ടോ കൂട്ടുകാരെ. പിന്നെ ഇനി എൻ്റെ ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും വീഡിയോ കണ്ടാലോ. ഞാൻ മാലാഖയായിരുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ.
എല്ലാവരും കണ്ടല്ലോ. ഇനി കുഞ്ഞു മാലാക പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. അതിൽ 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സോ എനിക്കറിയില്ല, അത്രയും കുഞ്ഞു കുട്ടി വന്ന് കളിച്ചു കിട്ടുക. അത് വലിയൊരു, എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, അത്രയും കുഞ്ഞു കുട്ടി പോലെ ഈ പരിപാടിക്ക് പങ്കെടുത്തില്ലേ. അപ്പോൾ ഈ കുഞ്ഞുമാലാക പരിപാടി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെയാണ്. ഓരോരുത്തരിങ്ങനെ നടന്നു വരും, അതിൽ ഭംഗി നോക്കും. ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി കേട്ടോ. കരോൾ ഗാനത്തിൻ്റെ 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത്. ഇതുവരെ നടത്തിയ എല്ലാ കരോൾ പരിപാടിക്കും ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെയാട്ടോ കിട്ടി. ഇനി ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ പുൽക്കൂടാണ്. പുൽക്കൂടിന് 2nd പ്രൈസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ദേ ഇവിടെ കുറേ പേരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ദേ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ദേ സിംഗേഴ്സിൻ്റെ ഫോട്ടോസ്, പിന്നെ ദേ ഞാനും എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫോട്ടോ, പിന്നെ ദേ മമ്മി വെറുതെ എടുത്തൊരു വീഡിയോ ആണ്. ദേ എൻ്റെ അപ്പൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദേ ഞാനും വന്നു. കണ്ടോ, ഞാനും വന്നു ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ദേ നല്ല അടിപൊളി പുൽക്കൂടാണ്. എനിക്കിത് നല്ല ഇഷ്ടമായിട്ടോ. പക്ഷേ ഇതിനേക്കാട്ടും അടിപൊളിയായിട്ട് തിരുഹൃദയ യൂണിറ്റ് ചെയ്ത് അവർക്കാണ് പുൽക്കൂടിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഇതാണ് തിരുഹൃദയ യൂണിറ്റ് ചെയ്തത്, അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. എനിക്ക് നല്ല ഇഷ്ടമായി. ബിൽഡിങ്ങൊക്കെ ആയിട്ട് അവർക്ക് ഫസ്റ്റ് കിട്ടിയാലും കുഴപ്പമില്ല, അവർക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒപ്പം ഓടിക്കളി തുടങ്ങി. എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ നേരത്തെ കണ്ടില്ല ഒരു വീടും ഒക്കെ കേട്ടോ, അതാണ് ഞങ്ങളുടെ കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേ സെൻറ്റ് തോമസ് പ്രധാന ചർച്ച എന്ന് പറഞ്ഞ് പഞ്ഞീനെ ഇഷ്ടമുള്ള ഒരാളാണെന്ന് ചെയ്തിട്ട് കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ ക്രിസ്മസ് ട്രീ, സാന്റാ ക്ലൗസ് പോണ വണ്ടിയൊക്കെ കാണാൻ പോയി. ഐ ലവ് KCYM എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്തൊരു കടയുണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു. അമൂൽ ഇറക്കിയ ഒരു ബ്രാൻഡ് സംഭവം ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞങ്ങൾ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞ് ഇതുപോലത്തെ സമ്മാനമൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ആ കൂപ്പൺ 6 എണ്ണം കൊടുത്തു, അപ്പോൾ 6 സമ്മാനം കിട്ടി. ഇതെന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ആദ്യം 1ാമത്തെ ഞാൻ പൊളിക്കുകയാണ്. അതിലെനിക്ക് കിട്ടിയത് പശയാണ്, ഫെവിക്കോളാണ് കിട്ടിയത്. ഇങ്ങനെ ചെറിയതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പശ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് പൊട്ടിക്കുകയാണ്. ഇതാണ് അടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാത്തിരിക്കുക. പക്ഷേ എനിക്കിഷ്ടമുള്ളതെല്ലാം കിട്ടിയത് ഫുൾ ആൻഡപ്പിന് ഇഷ്ടമുള്ളതാണ് കിട്ടിയത്. കാറിൻ്റെ റബ്ബർ, തോക്കിൻ്റെ പെന്നൊക്കെയാണ് കിട്ടിയത്. ഇപ്പം കിട്ടിയത് എന്താണെന്ന് അറിയാം, ബിസ്ക്കറ്റാണ്. അത് 2 പേർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് 2 പേരും അത് ഷെയർ ഇട്ട് കഴിക്കും. 2 പേരും അത് ഷെയർ ഇട്ട് കഴിക്കട്ടോ. പിന്നെ അടുത്ത സമ്മാനം എന്താണെന്നല്ലേ, അടുത്ത സമ്മാനം ഈ ഒരു തോക്കാണ്. തോക്കിൻ്റെ പേനയില്ലേ, അതാട്ടോ കിട്ടിയേ. അതെനിക്ക് നല്ല ഇഷ്ടമായി. അതാട്ടോ എനിക്ക് കിട്ടിയേ. പിന്നെ കിട്ടിയത് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ കിട്ടിയത് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. റബ്ബർ, കാറിൻ്റെ റബ്ബറാണ്, അതാണ് കിട്ടിയത്. കാറിൻ്റെ റബ്ബർ ഞാൻ തുറന്ന് കാണിക്കണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ കാറിൻ്റെ റബ്ബർ. ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കാം കേട്ടോ.
അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റത്തെ ആണെന്ന് തോന്നുന്നു. അതിലെന്താ നോക്കാം. കളറാട്ടോ കുട്ടിയെ. അത് ഞാൻ എടുക്കും കേട്ടോ, കളർ ഞാൻ എടുക്കും. പിന്നെ ഇതിലെന്താ നോക്കാം. 6ാമത്തെ ആട്ടോ. എന്താ നോക്കാം. വാസിൽ. ഓ, നമ്മുടെ കാലുമൊക്കെ തേക്കണ സാധനമില്ലേ, അതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.